കുന്നടിക്കാൻ മിതമായിട്ടുള്ള കീടനാശിനിയുടെ പ്രയോഗം, മണല് വാരുന്നു, ജലമലിനീകരണം, ജലാശയങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് ചെപ്പുചവറുകളൊക്കെ കൊണ്ടിടൂലേ, മണ്ണ് മലിനമാവുക, അണക്കെട്ടിന്റെ നിർമ്മാണം, ഡാമൊക്കെ നിർമ്മിക്കില്ലേ, അപ്പൊ കുറെ കാര്യങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെയാണ്. ഒന്ന് കുന്നടിക്കാൻ, കൂടി കാണിച്ചു തരാം. കുന്നടിക്കുമ്പോ എന്ത് സംഭവിക്കൂടെ? ആ മണ്ണടി, അതുപോലെ തന്നെ ആ കുന്നില് താമസിക്കുന്ന ഒരുപാട് ജീവികളുടെ വാസസ്ഥലം നഷ്ടപ്പെടും. കുന്നിൽ ഒരുപാട് ജീവികളില്ലേ? നല്ല സസ്യങ്ങളുണ്ട്, ഒരുപാട് മൃഗങ്ങളുണ്ട്, അതിന്റെയൊക്കെ താമസ സ്ഥലം ഇല്ലാതെ ഈ ഇടിക്കുന്ന മണ്ണ് വയലിൽ കൊണ്ട് നിർത്തുകയാണ്. വയലിൽ നിർത്തുമ്പോഴോ വയലിൽ താമസിക്കുന്ന ജീവികളുടെ വാസസ്ഥലം നഷ്ടപ്പെടും. ഏതൊക്കെ ജീവികളുടെ വാസസ്ഥലം നഷ്ടപ്പെടും? ആ പാമ്പ്, മീന്, ആമ, തവള, ഞണ്ട്, ഇതിന്റെയൊക്കെ താമസ സ്ഥലം ഇല്ലാതാവും അല്ലേ? അടുത്ത് നോക്കി നോക്കൂ, നമ്മള് ചെടികൾക്കെല്ലാം അമിതമായിട്ടുള്ള കീടനാശിനികളൊക്കെ കളയും അല്ലേ? അപ്പൊ അവിടെ താമസിക്കുന്ന ജീവൻ ഇല്ലാതാവൂലേ? അത് നോക്കിക്കേ. മണൽ വാരം, പുഴയിൽ നിന്നൊക്കെ മണൽ വാരണമെന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പുഴയിൽ നിന്നൊക്കെ മണൽ വാരുമ്പോ അവിടെയുള്ള ജീവികളുടെ താമസ സ്ഥലം ഇല്ലാതാവും അല്ലേ? അടുത്തണ്ട പുഴയില് നമ്മള് ചപ്പുചവറുകളൊക്കെ കൊണ്ടറിയില്ലേ? അപ്പൊ പുഴയില് താമസിക്കുന്ന ഒരുപാട് ജീവികളില്ലേ? മീനൊക്കെ ഇല്ലേ? നല്ല വായു കിട്ടോ, നല്ല ആഹാരം കിട്ടോ? അതൊക്കെ എന്ത് ചെയ്യും? അത് ചത്തുപോകും. ഡാം ഇട്ടപ്പോ വെള്ളം നിറയും. വെള്ളം നിറയുമ്പോ കാട്ടിലുള്ള ജീവികളുടെ സ്ഥലം നഷ്ടപ്പെടൂലേ? അപ്പൊ നമ്മളിതൊക്കെ ചെയ്യാൻ പാടുണ്ട. ഇല്ല. അപ്പൊ പ്രകൃതിയെ നശിപ്പിക്കുന്നത് ആരാണ്? പ്രകൃതിയെ നശിപ്പിക്കുന്നത്? നമ്മള് മനുഷ്യരാണ്. അപ്പൊ നമ്മള് കുട്ടികളായിട്ടുള്ള നിങ്ങളെങ്കിലും ഈ വക കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് അല്ലേ? ശരി.